ബഹുസ്വരത നിറഞ്ഞ ഒരു സദസ്സിൽ ചെറിയൊരു കുട്ടിയുണ്ട്. സംസാരിക്കുമ്പോൾ സന്തോഷം. വേദിയിലുള്ള ശ്രീ അനിൽ സി പള്ളിക്കൽ, ശ്രീ എം ബിജു, ശ്രീ പി ബി ഹർഷകുമാർ, എന്നെ ഇവിടെ വിളിച്ച ശ്രീ അജീഷ്, പിന്നെ എനിക്ക് സദസ്സിൽ പരിചയമുള്ള സിന്ധു ഗാർഗി, ശ്രീ മീര, ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞവരെ, ഇന്നീ സംഭാഷണം നടക്കുമ്പോൾ ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ഒരുപാട് പേരുടെ അത്ര പ്രാഗൽഭ്യമോ അനുഭവ പരിചയമോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആധികാരികതയോ ഒന്നും ചിലപ്പോൾ എനിക്കില്ലാതിരിക്കാം. പക്ഷേ സംസാരിക്കുമ്പം ഈ ഹാളിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വിഷയം, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ലിംഗനീതി എന്ന വിഷയം വെറുതെ നമ്മളൊരു സെമിനാർ ഹാളിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ളതും കേൾക്കാനുള്ളതും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് എന്ന ബോധ്യം ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട്. ഈ 1 മണിക്കൂർ സമയം ഞാൻ എൻ്റെ അനുഭവങ്ങളും ജീവിതത്തിൽ പല മേഖലകളിൽ ജോലി ചെയ്ത് പറ്റുന്നിടത്തോളം സാധ്യമായ വിധത്തിൽ ഒരിക്കലും ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ജീവിക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ സ്ത്രീ ആയതുകൊണ്ട് പുറമോട്ട് പോകണം, സ്ത്രീ ആയതുകൊണ്ട് ആജ്ഞാപനങ്ങൾക്കും അധികാരങ്ങൾക്കും മുൻപിൽ തലകുനിച്ച് കൊടുക്കണം, സ്ത്രീ ആയതുകൊണ്ട് ഏത് അനീതിയും സഹിക്കണം, സ്ത്രീ ആയതുകൊണ്ട് ഏതറ്റം വരെ സഹിക്കണം, സ്ത്രീ ആയതുകൊണ്ട് തിരിച്ച് ശബ്ദമുയർത്താൻ പാടില്ല, സ്ത്രീ ആയതുകൊണ്ട് തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല, സ്ത്രീ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, സ്ത്രീ ആയതുകൊണ്ട് പൊരുതാൻ പാടില്ല, സ്ത്രീ ആയതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചുവിരിച്ച് സ്ത്രീകൾക്കും നടക്കാം, നെഞ്ചുവിരിച്ച് നടക്കാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന, അനുദിനം പൊരുതുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുമ്പോൾ ഇവിടെ ഉള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും വിവാഹിതരായവർക്കും ആകാത്തവർക്കും വിവാഹത്തോട് താല്പര്യമില്ലാത്തവർക്കും സ്ത്രീകളും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സുമായ മനുഷ്യർക്കും LGBTQA കമ്മ്യൂണിറ്റി എന്ന വലിയ വിശാലമായ ഒരു ഗ്രൂപ്പിൽ വരുന്ന മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരായി മുൻപോട്ട് ജീവിക്കാനും സ്വന്തം കൂടെയുള്ള മനുഷ്യരെ അവരുടെ ലിംഗപദവി നോക്കാതെ തുല്യ മനുഷ്യരായി കാണാനുമുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം. നമ്മുടെ അടുത്ത തലമുറ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതിൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലാവണം. മെച്ചപ്പെട്ട സാഹചര്യം എന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല, മെച്ചപ്പെട്ട മൂല്യവ്യവസ്ഥിതി ഉണ്ടാവണം. ഒരു ആധുനിക സമൂഹം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത്, ആദ്യമേ നമ്മൾ ഈ മീറ്റിങ്ങിന് വരുമ്പോൾ ദ റാഷണൽ സയൻസ് ഫോറം എന്താണ്, ഈ റാഷണൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ യുക്തിപരമായി യുക്തിയോടുകൂടി കാര്യകാരണസഹിതം കാര്യങ്ങളെ കാണുന്നു. എല്ലാറ്റിനും കൃത്യമായ വിശദീകരണങ്ങൾ നൽകാൻ, കൃത്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമ്മൾ അതിനെക്കുറിച്ച് യുക്തിബോധത്തോടുകൂടി യുക്തിഭദ്രതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നു. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആ യുക്തിഭദ്രമായ ചിന്തയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ആ യുക്തിഭദ്രതയുടെ അടുത്തിടയിലാകണം എന്ന് തന്നെ കരുതുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നത് ബഹുസ്വരതയെക്കുറിച്ചാണ്. ബഹുസ്വരതയുടെ രാഷ്ട്രീയം.
ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിവിടെ ഇരിക്കുന്ന എത്ര പേര് ബഹുസ്വരത എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം ശരിക്കെന്താ? പല സ്വരങ്ങൾ, പല ശബ്ദങ്ങൾ. നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് എണ്ണം എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇവിടെ ഒരു എത്ര പേരുണ്ടാവും? 150 പേരുണ്ടാവോ? 250 പേര്. ക്ഷമിക്കണം, എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട്. 250 പേരുണ്ടെങ്കിൽ 250 പേർക്കും ജീവിതത്തെക്കുറിച്ച് ഒരു പക്ഷേ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാവില്ലേ? വ്യത്യസ്ത വേഷങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത ആകാരം, വ്യത്യസ്തമായ ഭക്ഷണം. ഒരുപക്ഷെ മതവിശ്വാസമുള്ളവർ ഇവിടെ ഉണ്ടാകാം, വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ. നമ്മളൊക്കെ വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുള്ള മനുഷ്യരാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ സാമ്പത്തിക പശ്ചാത്തലങ്ങൾ, വ്യത്യസ്തമായ ജോലികൾ, വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, വ്യത്യസ്തമായ ചിന്താധാരകൾ. എല്ലാ വിധത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ലോകമാണ്. ശരിയാണോ? ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വ്യത്യസ്തങ്ങളായ ഓരോ ലോകങ്ങളുണ്ട്. ബഹുസ്വരത എന്ന് പറയുമ്പോൾ ഈ എല്ലാ ലോകങ്ങൾക്കും ഇടമുള്ള ഒന്നാണ് ബഹുസ്വരത. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്നവരുടെയും ഈ സംസാരിക്കുന്ന എൻ്റെയും ശബ്ദത്തിന് കൂടുതലായൊരു പ്രാധാന്യമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം നിങ്ങളെല്ലാവരും കേൾക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളിൻ്റെയും ശബ്ദത്തിന് പ്രാധാന്യമുണ്ട്, ഓരോ ആളിൻ്റെയും ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ട്, ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിന് പ്രാധാന്യമുണ്ട്. അതല്ലേ ബഹുസ്വരത? യോജിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ? ബഹുസ്വരത എന്ന് പറയുമ്പോൾ വ്യത്യാസങ്ങളെ അംഗീകരിക്കലാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളെ അംഗീകരിക്കുക? വ്യത്യാസങ്ങളെ അംഗീകരിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അംഗീകരിക്കാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പല വ്യത്യാസങ്ങളെയും അംഗീകരിക്കുന്നത് ഹൈറാർക്കിക്കലായിട്ടാണ്, ശ്രേണി ഘടനയെ ആധാരമാക്കിയാണ്, മുകളിലും താഴെയുമായിട്ടാണ് അംഗീകരിക്കുന്നത്. നിറത്തിൽ ഈ നിറം മുകളിലാണ്, ഈ ഭക്ഷണം മുകളിലാണ്, ഈ ജാതി മുകളിലാണ്, ഈ വണ്ടി ഓടിക്കുന്നവർ മുകളിലാണ്, ഈ ശമ്പളമുള്ളവർ മുകളിലാണ്, ഈ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നവർ മുകളിലാണ്, ഈ ആശയധാരയുള്ളവർ മുകളിലാണ്, ഈ വലിയ വീടുള്ളവർ മുകളിലാണ്, അല്ലാത്ത മനുഷ്യർ താഴെയാണ്. നമ്മളിങ്ങനെ ശ്രേണി ഘടന അനുസരിച്ച് മുകളിലും താഴെയുമായ ആളുകളെ തരംതിരിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുസ്വരത എന്ന് പറയുമ്പോൾ ആളുകളെ മുകളിലും താഴെയുമായിട്ടല്ല തരംതിരിക്കേണ്ടത്. യുക്തിഭദ്രതയോടുകൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യനാകുമ്പോൾ ജാതി വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല. വർഗത്തിൻ്റെ പേരിൽ മനുഷ്യർ നേരിടുന്ന വിവേചനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ലിംഗപദവിയുടെ നേരിൽ മനുഷ്യർ നേരിടുന്ന വിവേചനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിറത്തിൻ്റെ പേരിൽ മനുഷ്യർ നേരിടുന്ന വിവേചനത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങളുടെ പേരിൽ മനുഷ്യർ നേരിടുന്ന വിവേചനങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബഹുസ്വരത എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരെ എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി തുല്യരായി കാണാൻ പറ്റണം. വ്യത്യാസങ്ങളെ ഇങ്ങനെ അല്ല നമ്മൾ വെക്കേണ്ടത്, വ്യത്യാസങ്ങളെ ഒരേ തലത്തിൽ വെക്കാൻ പറ്റണം. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ? വ്യത്യാസങ്ങൾ ഒരാളെ മറ്റൊരാളിൽ നിന്ന് മുകളിലോ താഴെയോ ആക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭൂരിഭാഗം ആളുകളും ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ജെൻഡർ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെന്നാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, യുക്തിപരമായി ചിന്തിക്കുമ്പോൾ, കാര്യകാരണസഹിതം ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനേക്കാൾ മുകളിലാവുന്നു എന്ന്? ചിന്തിക്കാൻ പറ്റുമോ? ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരാളേക്കാൾ താഴെയാവുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പൈസ കൂടുതലുള്ള ആളുകൾ
സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചെറിയ വരുമാനമുള്ള ആളുകൾ ചെയ്യുന്ന ജോലികളില്ലെങ്കിൽ, ആ മനുഷ്യരില്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെ മുൻപോട്ട് പോകും? ഒരു മതത്തിൽപ്പെട്ട ആളുകൾ, മതങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു മതത്തിൽപ്പെട്ട ആൾ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെക്കാൾ ഉയർന്നവരാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാളും താഴെയാണെന്ന് ചിന്തിക്കുന്നത്? ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നമ്മൾ ഈ കാര്യം വരുമ്പോൾ എന്താ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നില്ലേ? പാവം ഒന്നറിയാണ്ടാണ്, മോളല്ലേ, മോള് വളർന്നു വരുമ്പോൾ, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല അമ്മമാരും ജീവിച്ച ജീവിതം ആയിരിക്കരുത് ആ കുഞ്ഞിന് ജീവിക്കേണ്ടി വരുന്നത്. ആ കുഞ്ഞിന് കുറച്ചുകൂടെ അവളുടെ സ്വപ്നങ്ങൾ കാണാൻ പറ്റുക, അവൾക്ക് ഞാൻ മനുഷ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഉയരങ്ങളിൽ പാറിപ്പറക്കാൻ പറ്റിയ ഒരു ലോകം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തത്തിൽ ഒരു ചെറിയ കടമ ചെയ്യാനാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. അതിലേക്ക് വരാം. മറ്റൊന്ന് രാഷ്ട്രീയം. നമ്മൾ ബഹുസ്വരതയുടെ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ബഹുസ്വരതയെ പറ്റി പറഞ്ഞു. അടുത്തത് രാഷ്ട്രീയം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ രാഷ്ട്രീയം എന്താണെന്ന്? നമ്മൾ വിചാരിക്കും രാഷ്ട്രീയം എന്താണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? ഭൂരിഭാഗം ആളുകളും ചിന്തിക്കും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നു, നമ്മൾ പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്നു, MP ആവുന്നു, MLA ആകുന്നു. അത് പ്രത്യക്ഷമായ തലത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. പക്ഷേ അതിലുപരി നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയധാരയിലൊരു രാഷ്ട്രീയമില്ലേ? നമ്മൾ ജീവിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമില്ലേ? ജീവിക്കുന്നതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടോ? ചിന്തിക്കാറുണ്ടോ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന്? ഒരു കാലത്ത് ഞാൻ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറച്ചു കാലം സജീവമായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. അപ്പോൾ എൻ്റെ ഒരു മറുപടിയാണ്, ഇത് ഇറങ്ങാനും കയറാനും മാറാനും ഒന്നും പറ്റുന്നൊരു കാര്യമല്ല. ദിസ് ഇസ് പാർട്ട് ഓഫ് യുവർ ലൈഫ്, ദിസ് ഇസ് പാർട്ട് ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യമാണ് രാഷ്ട്രീയം. അതെടുത്ത് മാറ്റാൻ പറ്റുമോ? ഈ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ മാത്രമാണോ രാഷ്ട്രീയം ഉള്ളത്? എൻ്റെ രാഷ്ട്രീയം ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ വേണം, എന്നെ ആരും കാണാത്തപ്പോൾ എൻ്റെ കൂടെ വേണം, ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ വേണം, എൻ്റെ വീട്ടിൽ എൻ്റെ മോനോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ വേണം, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എൻ്റെ രാഷ്ട്രീയം വേണം, ഞാനൊരു മനുഷ്യനോട് പെരുമാറുമ്പം ആ രാഷ്ട്രീയം എൻ്റെ കൂടെ വേണം. അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണം രാഷ്ട്രീയം. നമ്മുടെ പലപ്പോഴുമുള്ളൊരു ധാരണയാണ്, കുറച്ച് കാലം എടുത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒന്നാണ്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേദിയിൽ പറയുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ സംസാരിക്കുന്നതും പൊതുസ്ഥലത്ത് ചെയ്യുന്നതും ജോലി സ്ഥലത്ത് ചെയ്യുന്നതും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാവേണ്ടതാണ് രാഷ്ട്രീയം. യോജിക്കുന്നുണ്ടോ? ആ രാഷ്ട്രീയം എന്താണ്? ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ചുമന്ന കളറിലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നലെ എഴുതിയത്, പച്ച കുത്തിയതാണ്, മൈ ഓൺ വുമൺ എന്നാണ്. അതായത് എൻ്റെ സ്വന്തം സ്ത്രീ, വേറെ ആരുടെ അല്ല, ഒരു മതത്തിൻ്റെ അല്ല, ഒരു ജാതിയുടെ അല്ല, മറ്റൊരാളെ നിയന്ത്രിക്കുന്ന സ്ത്രീയല്ല, സ്വന്തം നിയന്ത്രണത്തിൽ ജീവിക്കുന്ന സ്ത്രീ എന്ന് എന്നെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്താൻ കയ്യിലെഴുതി വെച്ചു. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഉണ്ടോ? അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ? അവരവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ? അവരവർക്കിഷ്ടമുള്ള പഠിക്കാനുള്ള വിഷയം പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ?
എനിക്ക് കല്യാണം കഴിക്കണോ വേണമോ എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കുന്നതിലൊരു രാഷ്ട്രീയമില്ലേ? കുറച്ചു മുമ്പ് ഞാനിവിടെ ഇരുന്നപ്പോൾ കാല് കയറ്റി വെച്ചിട്ടായിരുന്നത്. അതിരിക്കുന്നതിൽ ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം സ്ത്രീകൾ കാല് കയറ്റി വെച്ചിരുന്ന എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതികരണം കൂടി അതിലുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്. നമ്മൾ സ്ത്രീകളുടെ ശരീരഭാഷ സംസാരിച്ചാൽ കൈ ഒന്നും ഇങ്ങനെ പോവില്ല, കഴിയുന്നതും ചുരുങ്ങിയിരിക്കാൻ ശ്രമിക്കും. പബ്ലിക് സ്പേസ് അധികം ഉപയോഗിക്കില്ല. കൈ ഉയർത്തി പറയുന്നതിലൊരു രാഷ്ട്രീയമുണ്ട്. പൊതുവിടം ഞാൻ ഇത്രയും സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഉണ്ടോ? വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന്, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അല്ല, ആ വിഷയത്തിലേക്ക് നമ്മൾ വിശദാംശത്തിലേക്ക് വരാനുണ്ട്. ഞാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അടുക്കള എൻ്റേത് മാത്രമല്ല എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത് ലിംഗനീതി. നീതി എന്താണ്? നമുക്ക് നീതിയുടെ നിർവചനം നോക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായിട്ടൊരു നിർവചനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ന്യായമായതും മനുഷ്യരെ തുല്യരായി കാണുന്നതും മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുന്നതും മനുഷ്യനെ ആർദ്രതയോടുകൂടി കാണുന്നതും തന്മയീഭാവത്തോടുകൂടി മനുഷ്യനെ ഉൾക്കൊള്ളുന്നതും യുക്തിഭദ്രമായി ഏതിൻ്റെ ഒപ്പം നിൽക്കണം, അതിനോടൊപ്പം നിൽക്കുന്നതുമാണ് നീതി. അപ്പോൾ ലിംഗനീതി എന്താണ്? നമ്മൾ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ജെൻഡർ എന്ന് പറയും. ശരിക്കും നമ്മൾ ജെൻഡർ എന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലിംഗനീതി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ വ്യത്യസ്തമായ LGBTQIA എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ശരിക്കും ലിംഗപദവി എന്താണ്? ഇവിടെ കുറച്ചൊക്കെ ആളുകൾ ഇടകലർന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ക്ലാസ് മുറികളിൽ പോകുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ആൺകുട്ടി, ഒരു ഭാഗത്ത് പെൺകുട്ടി. ലിംഗപദവിയുടെ രാഷ്ട്രീയവും ബഹുസ്വരതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പം എങ്ങനെയാണ് സമൂഹത്തിൽ ലിംഗപദവികൾ ഉണ്ടാകുന്നത്, വ്യത്യസ്ത ലിംഗപദവിയുള്ള മനുഷ്യരെങ്ങനെ വ്യത്യസ്തരായി മാറുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം. ജനിക്കുമ്പോൾ ആണും പെണ്ണും തമ്മിൽ ശാരീരികമായ വ്യത്യാസമുണ്ട്. നമ്മളൊരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചിട്ടാണ്. പല രാജ്യങ്ങളിലും ഇപ്പോൾ ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആദ്യമേ അവർ പറയില്ല. കുട്ടി വളർന്നിട്ട് തീരുമാനിക്കട്ടെ അതിനാണാവണോ പെണ്ണാവണോ എന്നുള്ളത്. നമ്മൾ ആൺ പെണ്ണെന്ന് പറയുമ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പല മതങ്ങളിലുള്ളവർ വ്യത്യസ്തരാണ്, തുല്യരാണ്. പല ജാതികളിലുള്ളവർ ജാതികളിലുള്ളവർ എങ്ങനെ വ്യത്യസ്തരാവും? എല്ലാ ജാതിയിലുള്ള മനുഷ്യർ തുല്യരാണ്. പല ജീവിത സാഹചര്യങ്ങളിലുള്ളവർ വ്യത്യസ്തരാണ്, തുല്യരാണ്. പക്ഷെ സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് ഈ മുകളിലും താഴെയുമായി മാറുന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ജനിക്കുമ്പോൾ നമുക്കുള്ള വ്യത്യാസം ശാരീരികമായ വ്യത്യാസം മാത്രമാണ്. അതിനെ നമ്മൾ വ്യത്യാസമെന്നാണ് പറയുന്നത്. അത് അസമത്വമാകുന്നത് എപ്പോഴാണ്? ആ വ്യത്യാസത്തെ സമൂഹം അസമത്വമാക്കി മാറ്റുമ്പോഴാണ് അത് വ്യത്യാസം അസമത്വമാകുക. This is a mere biological difference and becomes gender equality when society makes it, it becomes gender inequality when society makes it gender inequality. സമൂഹമാണ് അതിനെ ലിംഗ അസമത്വമാക്കി മാറ്റുന്നത്. ഉദാഹരണത്തിന് മോൻ്റെ പേരെന്താ പറഞ്ഞു? അയാൻ.
റയാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. റയാൻ 4ാം ക്ലാസ്സിലാണ്. മോനിരുന്നോ? ഇവിടെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ ആ പ്രായത്തിൽ? ഇല്ലല്ലോ. നമ്മൾ എന്താ ആദ്യം വീട്ടിൽ ചെയ്യുക? ഞാൻ പറയുന്നത് കൃത്യമാവുന്നുണ്ടോ? ബോറടിക്കുന്നില്ലല്ലോ? എങ്ങനെയാണ് നമ്മൾ ഈ ലിംഗപദവി ഉണ്ടാക്കിയെടുക്കുന്നത്? ആൺകുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഒരു സന്തോഷം, മലയാളി ആണെങ്കിലും കേരളത്തിൽ സെക്സ് റേഷ്യോ കൂടുതലാണ്. കേരളത്തിൽ പൊതുവേ നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ ആദരം നൽകുന്നു എന്ന് പറയപ്പെടുന്നു. നൽകുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പറയുന്നു. പക്ഷേ ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്? ആൺകുട്ടി ജനിക്കുമ്പോൾ ഒരിത്തിരി സന്തോഷം കൂടത്തില്ലേ? ഒരു ശകലം. പെൺകുട്ടി ജനിക്കുമ്പോഴത്തേക്ക് വളരെ പ്രബുദ്ധരായ മലയാളികളെ കുറിച്ചാണ് പറയുന്നത്, അഭ്യസ്ത വിദ്യരായ മലയാളികളെ കുറിച്ച്. പെൺകുട്ടി ജനിക്കുമ്പോഴേ പിന്നെ എങ്ങനെ സ്വർണം വാങ്ങിക്കും? ഒരു ഭൂരിഭാഗത്തിന്, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ആ ചിന്ത ഇല്ലാതാവാം, വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ ഒരു വലിയ വിഭാഗത്തെ ആ ചിന്തകളല്ലേ നയിക്കുന്നത്? 2, ഇവർക്ക് 2 പേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളോ? ആൺകുട്ടിക്ക് തോക്ക് കൊടുക്കും, കാറ് വാങ്ങിച്ചു കൊടുക്കും. പെൺകുട്ടിക്ക് പാവ. പിന്നെ അതിനെ ഒരുക്കി കൊലുസൊക്കെ ഇട്ട് തലമുടി നീട്ടി വളർത്തി അടുക്കളയുടെ സൈഡിലൊക്കെ കൊണ്ടിരുത്തും. ശരിയാണോ? ഈ ലിംഗ പദവി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കളർ, സൈക്കിളിന് വരെ കളറുണ്ട്. പെൺകുട്ടിക്ക് പിങ്ക്. അത് നമ്മൾ പോലീസ് വരെ എത്തി പിങ്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് നമ്മൾ ഈ പെൺകുട്ടികളെ, സ്ത്രീകളെ പിങ്കുമായിട്ട് ചേർത്ത് വെക്കുന്നത്. മാർച്ച് 8 ആകുമ്പം ആകെ പിങ്കിൻ്റെ ഒരു ബഹളമാണ്. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെയാവണം? സോഫ്റ്റ്, സ്വീറ്റ്, ക്യൂട്ട്, അയ്യോ എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ പുറത്ത് പോകും, അടുത്തേക്ക് പോകും. ആൺകുട്ടിയാവുമ്പോഴോ? നമ്മൾ നമ്മുടെ ആൺപിള്ളേരെ കരയാൻ സമ്മതിക്കാറുണ്ടോ? ആൺപിള്ളേരെ കരയാൻ പാടില്ല. എൻ്റെ എന്നോട് വന്ന് പറയും, മോനല്ലേ, ഞാൻ ഒരു സിംഗിൾ പേരൻ്റാണ്, എൻ്റെ കുഞ്ഞിനെ ജനിച്ചപ്പോൾ മുതൽ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു അമ്മയാണ്. എന്നോട് വന്ന് പറയും, 6ാം ക്ലാസ്സിൽ അവനിപ്പം പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ജ്യോതി രാധിക വിജയകുമാറിലെ രാധിക എൻ്റെ അമ്മയാണ്. ലിംഗനീതി എന്ന് പറയുമ്പോൾ അച്ഛൻ മാത്രം പോരാ, അമ്മയുടെ മകളാണെന്നും കൂടെ ലോകം അറിയണം. അച്ഛൻ്റെ മാത്രം ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് വന്നു പോയതാണ്. നമ്മളിവിടെ ഇരിക്കുന്നവരിൽ പലരും നമ്മളെ സമൂഹം അറിയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ മാത്രം മക്കളായിട്ടാണ്. നമ്മുടെ പേരിൻ്റെ വാലിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ശരിയാണോ? എൻ്റെ മകൻ ഗോവർദ്ധൻ അമൻ ജ്യോതിയാണ്. ഐ വുഡ് പ്രൗഡ്ലി സേ ഹിസ് മൈ സൺ ഓൾസോ. എൻ്റെയും കൂടെ മോനാണ്. ഇന്നിവിടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ വലിയ സന്തോഷം ഉണ്ടാവും. സമൂഹത്തിന് മുമ്പിൽ അച്ഛൻ്റെ മാത്രം മകളായിട്ടല്ല, അമ്മയുടെ കൂടെ മകളായി അറിയപ്പെടണം. അതിൽ അഭിമാനം വേണം. തിരിച്ചു വന്നാൽ ആൺകുട്ടിയെ കരയാൻ സമ്മതിക്കില്ല. ഈയിടെ വായിച്ചിട്ടുണ്ടാവും, പുരുഷന്മാരിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു. ലിംഗപദവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം സ്ത്രീകളെ, അതെൻ്റെ മകൻ എന്നോട് പറഞ്ഞ ഒന്നാണ്. അമ്മ സംസാരിക്കുമ്പം ആൺകുട്ടികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് കൂടി പറയണം. ഞാനിപ്പോൾ എൻ്റെ മകന് കമ്മലിടാനുള്ള അവകാശത്തിന് വേണ്ടി സ്കൂളിൽ ചെന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സിന് അവസാനം മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, മകന് കമ്മലിടണം, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആൺകുട്ടി ആയതുകൊണ്ട് അവനോട് കമ്മലിടാൻ പാടില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. അവസാനം അവൻ കമ്മലിട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഗവൺമെൻറ് സ്കൂളാണ്, അതുകൊണ്ടാവാം ടീച്ചേഴ്സിന് അവനെ മനസ്സിലാക്കാൻ സാധിച്ചു. ആൺകുട്ടിയെ കരയാൻ സമ്മതിക്കില്ല. ആൺകുട്ടിയാണെങ്കിൽ റഫ്, ടഫ്, അങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്? ശരിയാണ്. ആരും ഒന്നും പറയാത്തേ? ശരിയല്ലേ? എന്നിട്ട് ആൺപിള്ളേരോട് നമ്മൾ തന്നെ പറയില്ലേ, വലുതാവുമ്പോൾ അച്ഛനെ അമ്മയെ നോക്കണം. ഒരു പക്ഷെ നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നവരാവാം, പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ള പേരൻസ് ഒന്നും അങ്ങനെ പറയാൻ വലിയ സാധ്യതയില്ല. പക്ഷെ പൊതുവെ നമ്മൾ പറയില്ലേ, വളരണം, കുടുംബത്തെ നോക്കണം. ആൺകുട്ടികളോടല്ലേ പറയുന്നേ? പെൺകുട്ടികൾ എന്താ അച്ഛനെ അമ്മയെ നോക്കണ്ടേ? പെൺകുട്ടികളെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കെട്ടിച്ചു വിടാൻ, എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ എന്തിനാ ഈ കെട്ടിച്ചു വിടുന്നെന്ന് പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, മോനെ ശരിക്കും അത് കെട്ടിയിട്ട് വിടുക, അതുകൊണ്ടാണ് ഈ കെട്ടിച്ച് വിടുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ തന്നെ
നമ്മൾ എങ്ങനെയാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് കാണുന്നത്? അതുമാത്രമല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് വളരുമ്പോൾ പെൺകുട്ടിയോട് പറയും അഡ്ജസ്റ്റ് ചെയ്തോളൂ, വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ്. പറയില്ലേ? ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് പറഞ്ഞിട്ടില്ലേ ആൻറ്റി? ആൻറ്റി ചിരിക്കുമ്പോൾ എനിക്കറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് പറയും വേറൊരു വീട്ടിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, അടങ്ങി ഒതുങ്ങിയും നിന്ന് പഠിച്ചോണം. ഇത് ഏതെങ്കിലും ഇതിലൊരു വാചകം ആ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ചേച്ചി? പറഞ്ഞിട്ടില്ലല്ലോ. ആൺപിള്ളേരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറേ ഇല്ല. ശരിയാണോ? ആൺപിള്ളേർ വളർന്നു, പിന്നെ ആൺപിള്ളേർക്ക് എന്തെങ്കിലും വളരുമ്പോൾ പ്രശ്നം ഉണ്ടായി നമുക്കൊരു പരിഹാരമുണ്ട്, കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കാം. കല്യാണം കഴിച്ച് നമുക്ക് ഈ പയ്യനെ നന്നാക്കി എടുക്കാം. ശരിയാണോ? ഒരു പെങ്കൊച്ച് അതിന് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഒരു പയ്യനെ ഇനി നന്നാക്കി കൂടി എടുക്കണം. നന്നാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പയ്യൻ എന്തെങ്കിലും കാരണവശാൽ നന്നായി പോയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ആർക്കാണ്? ഈ പെൺകുട്ടിക്ക്. ആലോചിച്ച് നമ്മൾ വളർത്തുന്നത് ഈ പ്രശ്നമില്ലേ? ഈ പെൺകുട്ടിയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആൺകുട്ടിയോടും പറഞ്ഞുകൂടാ അഡ്ജസ്റ്റ് ചെയ്യാൻ? നാളെ നിൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി വരും. എനിക്ക് ഭാര്യ, ഭർത്താവ് എന്നീ 2 പദങ്ങളോട് കൃത്യമായ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. ഭാര്യ ഭരിക്കപ്പെടുന്ന ആൾ, ഭർത്താവ് ഭരിക്കുന്ന ആൾ. അറിയാവുന്ന മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം ഇതാണ്. ശരിയാണോ? വിവാഹം തുല്യ പങ്കാളിത്തമാണ്. നമ്മളതിനെ ഭരണമാക്കി. ഒരാൾ ഭരിക്കുകയാണ്, മറ്റൊരാൾ ഭരിക്കപ്പെടുകയാണ്. ആ നിർവചനമേ വിവാഹത്തിൻ്റെത് മാറണം. യോജിക്കുന്നുണ്ടോ? നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് ആൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആൺകുട്ടിയോട് പറയുന്നേ ഇല്ല. ആൺകുട്ടിയെ കരയാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. എത്ര ആൺകുട്ടികൾ കരയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെറുതെ പെൺപിള്ളേരെ പോലെ ഇരുന്ന് കരയാതെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആൻറ്റി എല്ലാം സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ആൺകുട്ടികളോട് പറയും കരയരുത്. അതിൻ്റെ ഒരു അനന്തര ഫലം അറിയോ? ആൺകുട്ടികൾ അവരുടെ ഒരു വികാരങ്ങളും പ്രകടിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്തവരായിട്ട് മാറുവാണ്. സങ്കടം വന്നാൽ പറയില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ പ്രായത്തിൽ ഒരുപോലെ ലൈംഗിക അതിക്രമം നേരിടുമ്പോൾ പല ആൺകുട്ടികളും തുറന്നു പറയുന്നില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന ടോക്സിക് മാസ്കുലിനിറ്റി അവരുടെ ആണത്വത്തെ, പുരുഷത്വത്തെ ബാധിക്കും. വിഷമമുണ്ടെന്ന് പറയാൻ പറ്റില്ല, സങ്കടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ആൺകുട്ടി ഒരു ജീവിത പങ്കാളി വരുമ്പം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഒരടി, ഒരു പ്രശ്നമില്ലെന്ന് ആലോചിക്കുന്നത് നമ്മൾ ഈ വളർത്തി വിടുന്നതിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ? മോനെ, വാട്ട് ഈസ് യുവർ നെയിം? പേരെന്താ? അല്ല അങ്കിളല്ല, സോറി. മോനെ എന്താ പേര്? നിതിൻ. ഏത് ക്ലാസ്സിലാ? ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയുന്നതിനോട് എതിരഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. നമ്മളുടെ ഒരു ജനായത്ത സംഭാഷണമാണ്. വിരുദ്ധാഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ആൺകുട്ടിയെ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, പെൺകുട്ടിയെ ചെറുപ്പത്തിൽ തൊട്ടേ അഡ്ജസ്റ്റ് ചെയ്യൂ. വീട്ടിലെ ജോലി, വീട് വൃത്തിയാക്കൂ, പാചകം പഠിക്കൂ. എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? വേറൊരു വീട്ടിൽ പോകണം. ഇനി അറിയാൻ പോകുന്നു, കാലം മാറാൻ പോവാണ്. പെൺകുട്ടികൾ ചോദിക്കും, പാചകം അറിയാത്ത ഒറ്റ ആൺകുട്ടികളെ പെൺകുട്ടികൾ ജീവിത പങ്കാളികളായി സ്വീകരിക്കും എന്ന് തോന്നുന്നില്ല. പാചകം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കണം, അവർക്ക് ജീവിക്കാൻ. സ്വന്തമായിട്ട് ജീവിക്കാൻ അവർ പഠിക്കണം. വീട് വൃത്തിയാക്കാൻ ആൺകുട്ടികളെ സമ്മതിക്കില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്, ഒരു വീട്ടിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കഴിച്ച പാത്രം പുരുഷന്മാർ മാത്രം അവിടെ വച്ചിട്ട് പോയി. അത് കാണുമ്പോൾ ഒരു വല്ലാഴിക തോന്നത്തില്ല? ഈ പാത്രം കഴുകിയാൽ എന്താ സംഭവിക്കുക? ഒരു അഭ്യർത്ഥന നടത്തിക്കോട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാറ്റാനൊന്ന് ശ്രമിക്കുമോ?
ഒരുപാട് പ്രായമായവർക്ക് മാറ്റാൻ പറ്റില്ല, ഒരുപാട് പ്രായമായവർക്ക്, ശീലിച്ചവർക്ക്. പക്ഷെ മാറ്റാൻ പറ്റുന്നവർക്ക് ഇതൊന്നും മാറ്റാൻ കൈയൊന്നും വേണ്ട. എന്തു ഇല്ല, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. അവർക്ക് പലർക്കും അങ്ങനെ ആരെങ്കിലും പൊതുസ്ഥലത്ത് വേണ്ട, അവർക്ക് പല സാഹചര്യങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വേണ്ട. ഒരുപാട് പ്രായമായവരില്ല, അവർ വളർന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂല്യങ്ങൾ പഴയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ അവരുടെ പ്രായത്തെയും അവർ ജീവിച്ച സാഹചര്യത്തെയൊക്കെ പൂർണ്ണമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതല്ലേ കുറച്ചുകൂടെ അതിൻ്റെ ശരി? അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ ആ മാറ്റം ഉണ്ടാവണമെന്ന് പലപ്പോഴും നമുക്ക്, ഇപ്പം എൻ്റെ അച്ഛൻ ചെയ്യില്ല, പക്ഷെ എൻ്റെ അച്ഛനെ പോയി മാറ്റാൻ എനിക്ക് എത്ര പറ്റും എന്നറിയില്ല. അത് അച്ഛന് തന്നെത്താൻ തോന്നണം. പക്ഷെ എനിക്ക് എന്നെ മാറ്റാൻ പറ്റും, എൻ്റെ മകനെ മാറ്റാൻ പറ്റും. നമുക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തെ മാറ്റാൻ നമ്മളൊന്ന് ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തി വരുമ്പോൾ ഒരു പെൺകുട്ടി വളരുന്നത്, ഇപ്പം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സോഷ്യോളജി ക്ലാസ്സിൽ സെൽഫ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്വയം ബോധം, വ്യക്തിത്വം വളരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ നോക്കിക്കോളൂ. വീട്ടിൽ നിൽക്കുമ്പോഴേ ഒരുമാതിരി ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ പറഞ്ഞു കൊടുക്കും, വേറെ വീട്ടിൽ പോയി നിൽക്കേണ്ടത്, അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് പറയും? എന്നിട്ട് കല്യാണം കഴിച്ചു വിടുമ്പോൾ എന്ത് പറയും? ഇനി അവിടെയാണെല്ലാം, അവർ പറയുന്ന കേട്ടോണം, അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടുവാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയും? കൂടുതലും ജോലിയില്ലാത്ത, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത, സാമ്പത്തിക സ്വയം പര്യാപ്തത ഇല്ലാത്ത സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ നിൽക്കുമ്പോൾ എന്ത് പറയും? ഇവിടെ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നില്ലേ അങ്ങോട്ട് വിടും. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ അവിടെയുള്ളവരെന്ത് പറയും? അവിടെ അടങ്ങി ഒതുങ്ങി നിന്നേക്കണം, ഇങ്ങോട്ട് വന്നേക്കരുത്. എന്ത് ചെയ്യും? ശരിയാണോ? എനിക്ക് സത്യത്തിൽ വിഷമം വരും ഇത് കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര സ്ത്രീകളുടെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് നമ്മളൊരു മാറ്റം വരുത്തണ്ടേ? ആദ്യം നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ പാത്രം കഴുകാനും തുണി കഴുകാനും പാചകം ചെയ്ത് കൊടുക്കാനും കുട്ടികളെ പ്രസവിക്കാനും മാത്രമുള്ള ഉപകരണങ്ങളല്ല പെൺകുട്ടികൾ. ശരിയാണോ? ഒരു കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ വീട്ടിലുണ്ടായിരുന്നു. ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രജ്ഞർ, പ്രതിഭാധനരായ അധ്യാപകർ, കലാകാരർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പൊതുപ്രവർത്തകർ, വിപ്ലവകാരികൾ, പോലീസ് ഓഫീസേഴ്സ്, പൈലറ്റ്സ്, സിവിൽ സർവീസ് ഓഫീസേഴ്സ്, ഗായകർ, എഴുത്തുകാർ, ഇവരെല്ലാം അല്ലേ പെൺകുട്ടികളും? പ്രകൃതി അവർക്കൊരു ഗർഭപാത്രം കൊടുത്തു അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ. അവരുടെ വയറ്റിലെ കുഞ്ഞ് വളരുള്ളൂ, സത്യമാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ബാക്കി എല്ലാറ്റിനും നമ്മൾ ഇല്ലാതാക്കേണ്ട ആവശ്യമുണ്ടോ? ശരിയാണോ ചോദിക്കണേ? ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കാൻ അമ്മയ്ക്കേ പറ്റുള്ളൂ. മുലയൂട്ടുന്ന കാലം വരെ മുലപ്പാൽ കൊടുക്കാൻ അമ്മയ്ക്കേ പറ്റുള്ളൂ. പക്ഷെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ, കുഞ്ഞിനെ കുളിപ്പിക്കാൻ, കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റാൻ, കുഞ്ഞിനെ പഠിപ്പിക്കാൻ അച്ഛന് പറ്റുമല്ലോ? പറ്റില്ലേ? നമ്മളെന്താ ചെയ്യണേ? അമ്മ പ്രസവിച്ചു എന്നാൽ പിന്നെ മുഴുവൻ ഉത്തരവാദിത്തം അമ്മയ്ക്ക് ഇരുന്നോട്ടെ. ശരിയാണോ? കുഞ്ഞ് പഠിച്ചില്ലെങ്കിൽ ആർക്കാ കുറ്റം? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി വളർത്തു ദോഷം ആർക്കാ? കൂടുതൽ അമ്മയ്ക്കല്ലേ? ഇതെന്താ എല്ലാം കൂടെ? ഇപ്പം അറിയോ, ഇപ്പം നമ്മൾ വരുന്ന വഴി സംസാരിക്കായിരുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറയും ഷീ ഈസ് പ്രഗ്നൻ്റ് എന്ന് പറയും, അവൾ ഗർഭിണിയാണ്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. അവൾ തനിയെ ഗർഭിണിയായതല്ലല്ലോ. ദേ ആർ പ്രഗ്നൻറ്റ്. അവർ പ്രഗ്നൻ്റ് ആണ്. ഈ ഹസ്ബൻഡും വൈഫും പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഈ പ്രഗ്നൻസി സ്ത്രീയുടെ വയറ്റിലാണ്, അമ്മയാണ് കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നെങ്കിലും പ്രഗ്നൻസി രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്തമാണ്.
നമ്മുടെ ഭാഷയിൽ നമ്മളെ മാറ്റം വരുത്തുന്നുണ്ട്. പുരുഷന്മാർ പാറ്റേണിറ്റി ലീവ്, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് പല മേഖലകളിലാണ്. IT-യിൽ ജോലി ചെയ്യുന്നുണ്ട്, സിവിൽ സർവീസ് ട്രെയിനിങ്, ലോയുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിൽ ജോലി ചെയ്യുമ്പം പുരുഷന്മാർ ഒരുപാട് പേര് പാറ്റേണിറ്റി ലീവ് എടുക്കുന്നവരുണ്ട്. നമ്മൾ ഈ എല്ലാ ഉത്തരവാദിത്തം അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിലെ ഉത്തരവാദിത്തം പാചകം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, സ്ത്രീകൾക്ക് പരമ്പരാഗതമായി അല്ലെ സ്ത്രീകൾക്ക് പാചകം ചെയ്യുന്ന ഏതെങ്കിലും ജീനുണ്ടോ? ശാസ്ത്രീയമായി തെളിയിക്കും. നമ്മളിവിടെ ശാസ്ത്രത്തെക്കുറിച്ചും യുക്തിയെക്കുറിച്ചൊക്കെ അല്ലേ സംസാരിക്കുന്നത്? ഉണ്ടോ? ജന്മസിദ്ധമായി സ്ത്രീകൾ സ്വാഭാവിക, ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകളെങ്കിലും എനിക്ക് വയ്യ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, വൈകിട്ട് എന്തുണ്ടാക്കണം, നാളെ ഇതെന്നെ കൊണ്ട് വയ്യ എന്ന് പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ ആൻറ്റി? ആരും ഇല്ലല്ലോ. പുരുഷന്മാർക്ക് എന്തോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പക്ഷേ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയ 90% റെസ്റ്റോറൻറ്റ്സിലെ ഷെഫ് ആരാ? പുരുഷന്മാരല്ലേ. പുരുഷന്മാർക്ക് പാചകം ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ? ഈ ഷെഫുമാർ വീട്ടിൽ വന്ന പാചകം ചെയ്യുമോ? ചിരി കാണുമ്പോൾ മനസ്സിലായി. അതെന്താ അതിൻ്റെ ഒരു കാര്യം? അതിനകത്തൊരു ലോജിക്ക് എന്താ? വീട്ടിനകത്തുള്ളത്, ദാറ്റ് ഈസ് ദ സ്പേസ്, കിച്ചൺ, പ്രൈവറ്റ് സ്പേസ്, ഇത് സ്ത്രീകളുടെയാണ്. പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങളുടെയാണ്, പബ്ലിക് സ്പേസ്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ഞങ്ങളാണ്, കോടതി കാര്യങ്ങൾ വന്നാൽ ഞങ്ങളാണ്, ബാങ്കിൽ പോകുന്നതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ പൊതുജീവിതം, അതുകൊണ്ടാണ് രാഷ്ട്രീയവും നമ്മുടെ ഒരു ധാരണ ഇത് പുരുഷന്മാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്റ്റേജിൽ സ്ത്രീകളാരും ഇല്ല വേറെ. അതിൽ നമുക്ക് സ്ത്രീകളുണ്ടാവേണ്ടിയിരുന്നു. പൊതുസ്ഥലങ്ങൾ, സംഘടനകൾ, ഇതിലെല്ലാം വേണ്ടത് പുരുഷന്മാരാണ്. കാരണം ഇത് ഞങ്ങളുടേതാണ്. ശരിയല്ലേ? ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ, പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തിനാ ഇതിനെ അടുക്കള കാണലെന്ന് വിളിക്കുന്നത്? കാരണം ആ പെൺകുട്ടി ഇരിക്കേണ്ടത് അടുക്കളയിലാണ്, നമ്മൾ ഉറപ്പിച്ചു. ശരിയല്ലേ? മറ്റൊന്ന്, അതിൻ്റെ ഞാൻ സാന്ദർഭികമായിട്ട് വന്നാണേ, നമ്മൾ ഈ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്ന പുരുഷ മേൽക്കോയ്മയുള്ള വ്യവസ്ഥിതിയിൽ കല്യാണം കഴിഞ്ഞിട്ട്, അതിന് നമ്മൾ സോഷ്യോളജിയിൽ പാട്രി ലൊക്കാലിറ്റി എന്ന് പറയും. അതായത് പുരുഷൻ്റെ വീട്ടിലേക്കാണ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വരിക. നമ്മളൊരു ചടങ്ങുണ്ടല്ലോ, ആൺകുട്ടിയുടെ വീട് കാണാൻ പോകുന്ന ചടങ്ങ്. അതിനകത്ത് എന്തെങ്കിലും റാഷണൽ ഫോറത്തിൽ, സയൻസ് ഫോറത്തിൽ അംഗങ്ങളായിട്ട് ഇരിക്കുന്ന അവർ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി ആലോചിക്കണം. എന്തെങ്കിലും റാഷണാലിറ്റി ആ ചടങ്ങിനുണ്ടോ? താമസിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണ്, പക്ഷെ ഇത് കാണാൻ പോകുമ്പോൾ പെൺകുട്ടി ഒഴിച്ച ആ നാട്ടിലുള്ളവർ മുഴുവൻ പോവും കാണാൻ. അതിന് പിന്നിലെ നമ്മുടെ ലോജിക്ക് എന്താ? ഞങ്ങൾ തീരുമാനം എടുത്തോളാം അവൾക്ക് വേണ്ടി. ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് ഈ വീട് കൊള്ളാമെന്ന് തോന്നി അവൾ അവിടെ താമസിച്ചോളൂ, പെൺകുട്ടി തീരുമാനം എടുക്കണ്ട. വീൽ മേക്ക് ഡിസിഷൻസ് ഫോർ ഹർ. ഞങ്ങൾ തീരുമാനം എടുത്തോളാം, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ശരിയാണോ? ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്ന കുറച്ച് ശീലങ്ങളാണോ നമുക്കിന്ന് നിലനിൽക്കുന്നത്? എന്താ പെൺകുട്ടിയും കൂടെ കൊണ്ടുപോയാൽ ഇക്കൂട്ടത്തിലിരിക്കുന്ന, അതിന് തൽക്കാലം സമൂഹത്തോട് അല്പം പൊരുതാൻ ധൈര്യമുള്ള ആളുകൾ ആരെങ്കിലും അതൊക്കെ ചെയ്യുമോ? താങ്ക് യു മാം, യു ഷുഡ് ചെയ്യണം, കുറച്ച് പേര് ചെയ്യണം, പിന്നെ അതങ്ങ് ശീലമാവും. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നിരുന്നിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വന്ന കുറച്ച് പേര് അത് ചെയ്യണം. പെൺകുട്ടി പോയി കണ്ടാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ആ പെൺകുട്ടിയല്ലേ താമസിക്കാൻ പോകണം. പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് പോയി താമസിക്കണമെന്ന് എത്ര നിർബന്ധം? എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ കേരളത്തിൽ പിന്നെ 2 പെൺകുട്ടികൾ കൂടുതലുള്ളത് കൊണ്ട് ഏറ്റവും അധികം വിഷമിക്കുന്ന, നമ്മൾ തുല്യത അനുഭവിക്കാത്തൊരു വിഭാഗമല്ലേ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. ശരിയാണോ? ആണോ? പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലൊരു സങ്കല്പമുണ്ട്,
ആൺകുട്ടികൾ മാത്രമേ വയസ്സാം കാലത്ത് അച്ഛനമ്മയെ നോക്കാൻ പറ്റുള്ളൂ. പെൺകുട്ടികൾക്ക് എന്താ നോക്കിയാൽ കുഴപ്പം? ആ പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച ആളിൻ്റെ അനുവാദം വേണോ സ്വന്തം അച്ഛനമ്മയെ നോക്കാൻ? വേണ്ട. അത് ആൺകുട്ടിയെ ശീലിപ്പിക്കണം. പെൺകുട്ടിയോട് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, രണ്ട് മാതാപിതാക്കളെയും നിങ്ങൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികളുടെ അച്ഛനമ്മമാരാകുന്നു എന്നതൊരു ദൗർഭാഗ്യമായി മാറുന്നൊരു സാമൂഹ്യ സ്ഥിതി അതൊട്ടും നമ്മൾ ഈ പറയുന്ന ബഹുസ്വരതയുടെ തുല്യതയുടെ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീധനം കൊടുക്കാൻ കേരളത്തിലെ ലിംഗനീതിയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീധനത്തെക്കുറിച്ച് പറയാതെ പറ്റില്ല? എന്താണ് ഇത്ര വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് ജീവിതം ഒടുക്കേണ്ടി വരുന്നത്, ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്നത്? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ആൺകുട്ടികളെ ആരായിട്ടാണ് കാണുന്നത്? നമ്മുടെ ലോട്ടറികളായിട്ടാണോ? ഇത്ര പഠിച്ച കുട്ടികൾ എന്താ അവർക്ക് ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ പറ്റാത്തത്? എന്താ ആൺകുട്ടികളെങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് എങ്ങനെ ഈ പൈസ വാങ്ങാൻ, ഇത് സ്ത്രീധനം ശരിക്കും പറഞ്ഞാൽ ഇതിനെ കല്യാണം എന്ന് പറയില്ല, കച്ചവടം, മാർക്കറ്റാണ്, വിവാഹ വിപണിയാണ്, വില പേശി കച്ചവടം നടത്തുന്ന സ്ഥലം. നിങ്ങൾ ഇവിടെയുള്ള വന്നിട്ടുള്ള മനുഷ്യരിൽ 250 പേരിൽ ഒരു 50 പേർക്കെങ്കിലും സ്വന്തം വീട്ടിൽ വിവാഹങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. എത്ര കുട്ടികളാ പെൺകുട്ടികൾ. ഇപ്പം നമ്മൾ ഇതുപോലെ വരുമ്പോൾ സംസാരിക്കായിരുന്നു, ഇപ്പം കല്യാണം നമുക്ക് മഞ്ഞ കല്യാണം, സംഗീത്, മെഹന്തി, പിന്നെ സേവ് ദ ഡേറ്റ്, ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പം മലയാളിയുടെ നമ്മുടെ പൊതുവെയുള്ള ഒരു ആഡംബരത്തിന് ഒരുപാട് ആ രീതിയിൽ പോകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ വേറൊരു ഇതിനെക്കുറിച്ച് ഞാൻ അധികം സൈദ്ധാന്തികമായിട്ട് ഈ വിഷയങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരുപാട് നമ്മളുടെ പാരമ്പര്യത്തിന് പുറകെ പോവുകയാണ്. അതിനൊരു വലിയ കാരണം ആഗോളവൽക്കരിക്കപ്പെടുന്നൊരു സമൂഹമാണ്. അവിടെ നമുക്ക് നമ്മുടെ റൂട്ട്സിലേക്ക്, വേരുകളിലേക്ക് വരാനുള്ള ചിന്ത വളരെ കൂടുതലാണ്. അത് മതമാവട്ടെ, ജാതിയാവട്ടെ, പാരമ്പര്യമാവട്ടെ, ആചാരങ്ങളാവട്ടെ. പക്ഷേ ഈ ആചാരങ്ങളുടെ പിറകെ പോകുമ്പോൾ നമ്മളിപ്പോഴും അനാചാരങ്ങളാണ് നിലനിർത്തുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ശരിക്കും നമ്മൾ ഈ താലി കെട്ടുന്നത് എന്തിനാണെന്നൊരു ധാരണയോടുകൂടിയാണോ ഈ താലി കെട്ടുന്നത്? എന്തോ എന്തിനാ കെട്ടുന്നത് താലി? ഈ താലിയുടെ ഒരു അർത്ഥം അറിയാവോ? എനിക്ക് പറഞ്ഞൂടാ കൃത്യമായിട്ട്. എന്തിനാ കെട്ടുന്നത്? രണ്ടുപേർക്കും കെട്ടിക്കൂടെ എന്നാ? പിന്നെ ഒരു കാര്യം കൂടെ, ഈ കല്യാണം കഴിച്ചിട്ട് അത് കൂടുതൽ ഹിന്ദു സമൂഹത്തിൽ, ഇപ്പം ഞാൻ ഒരു മതവിശ്വാസവും കുറച്ച് വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ആളല്ല, ഒരു ജാതിയുടെ ശീലങ്ങളും പിന്തുടരുന്ന ആളല്ല. ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നോക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ കല്യാണങ്ങൾക്കിടയിലും മറ്റ് വളരെയധികം പാട്രിയാർക്കി ഉണ്ട്. എല്ലാ മതങ്ങളിലും, ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാമിലുമൊക്കെ പാട്രിയാർക്കി നിലനിൽക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പാട്രിയാർക്കി. കല്യാണത്തിന് കൈ പിടിച്ചു കൊടുക്കുമ്പം എന്തുകൊണ്ട് അമ്മ കൈ പിടിച്ച എന്താ പ്രശ്നം? ഇത്രയും നാൾ വളർത്തിയ ആളും കൂടെ അമ്മയും കൂടെ അല്ലേ? ഏറ്റവും വേദനാജനകമായിട്ട് തോന്നിയിട്ടുള്ളത്, എവിടെയെങ്കിലും അച്ഛൻ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിവോഴ്സ് നടന്നിട്ടുണ്ട്, അമ്മ സിംഗിൾ പേരൻ്റായിട്ട് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. പക്ഷെ കല്യാണം നടക്കുന്ന സമയം ഏതെങ്കിലും ഒരു ബന്ധുവിനെ കണ്ടുപിടിക്കും പിടിച്ചു കൊടുക്കാൻ. എന്തൊരു അനാചാരം അത്! എന്തൊരു അൺഫെയർ ആണ്! അവിടെ എന്ത് നീതിയാണുള്ളത്? അതൊക്കെ നമ്മൾ മാറ്റണ്ടേ? കൈ പിടിക്കണം നിർബന്ധമാണ്. എല്ലാവരും കൂടെ ഒന്നും കൈ പിടിക്കാമല്ലോ. എന്താ പ്രശ്നം? അവിടുത്തെ അച്ഛനും അമ്മ, ഇവിടുത്തെ അച്ഛനും അമ്മയും, പെൺകുട്ടിയും ചേർക്കും. പിന്നെ ഈ പെൺകുട്ടീൻ്റെ കയ്യിലോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, രണ്ടുപേരും IT-യിൽ വർക്ക് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഈ പെൺകുട്ടിക്കാർക്ക് പയ്യനേക്കാൾ കൂടുതൽ സാലറി, എന്നാലും ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ച് പയ്യൻ്റെ ഇതിലോട്ട് കൊടുക്കും. നീ നോക്കിക്കോ. ലോജിക്ക് ഉണ്ടോ? ഒരു കാലത്ത് ചിലപ്പോൾ ലോജിക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇന്നത്തെ കാലത്ത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ?
റാഷണൽ സയൻസ് ഫോറത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ യുക്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണ്ടേ? വേണ്ടേ? ആരും എന്തൊന്നും വേണ്ടാത്ത മാറ്റണ്ടേ? എനിക്ക് പ്രായമായ ആളുകളൊക്കെ പറയുന്നതിൽ വലിയ സന്തോഷം. യുക്തിയില്ലാത്ത കാര്യങ്ങളെ മാറ്റി നിർത്താൻ പറ്റണം. അപ്പോൾ ഇനി യുക്തിയില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ഇത് കൂടുതലും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്ത്രീകൾ മാത്രമേ ഭക്ഷണം പാചകം ചെയ്യാവൂ എന്ന് പറയുന്നതിൽ യുക്തിയില്ലായ്മയുണ്ട്. സമ്മതിക്കുന്നോ? മാറണ്ടേ? സ്ത്രീകൾ സീരിയൽ, അത് നമ്മുടെ വനിതാ പ്രസിദ്ധീകരണങ്ങൾക്ക് അതിൽ വലിയ റോളുണ്ട്. സ്ത്രീകൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളിൽ മുഴുവൻ എന്താ പറയുന്നത്? സാരി എങ്ങനെ വൃത്തിയായി സംരക്ഷിക്കാം, ആഭരണങ്ങൾ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം, ഗ്യാസ് എങ്ങനെ, വീടെങ്ങനെ വൃത്തിയാക്കാം. രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, ശരിയാണോ? രാഷ്ട്രീയം പുരുഷന്മാർക്കുള്ളതാണ്. ചാനൽ ചർച്ച കേൾക്കേണ്ടത് പുരുഷന്മാരാണ്. സ്ത്രീകൾ സീരിയൽ, കോവിഡ് കാലത്തിന് കുറേ മാറ്റം വന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ കൃത്യമായിട്ട് വിഭജിച്ച് പല മേഖലകൾ നൽകിയിട്ടുണ്ട്. അതിൽ യുക്തിയുണ്ടോ? യുക്തിയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. മാറണ്ടേ? കല്യാണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, കല്യാണം കഴിക്കേണ്ടവർക്ക്, കല്യാണം ഒരു ചോയ്സാണ്, കല്യാണം കഴിക്കേണ്ടവർക്ക് രണ്ടുപേർക്കും പ്രധാനപ്പെട്ടതാണ്, അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആൺകുട്ടിയുടെ അച്ഛനും അമ്മയെക്കാൾ താഴെയാവുന്നത് എപ്പോഴാണ്? ഒരിക്കലുമല്ല. അത് മാറണ്ടേ? അതിൽ യുക്തിയുണ്ടോ? ഒരുപാട് സ്വപ്നങ്ങളുള്ള, രാജ്യത്തിന് വലിയ സംഭാവന ചെയ്യാൻ, നമുക്കറിയോ ഇവിടുത്തെ യാഥാർത്ഥ്യം? ഇത്രയും പെൺകുട്ടികൾ പഠിച്ചിട്ടുള്ള കേരളത്തിൽ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന പെൺകുട്ടികളുടെ പെർസെൻറ്റേജ്, ശതമാനം, അയ്യോ ഞാൻ സമയം കടന്നോ? എത്ര സമയമായോ? അയ്യോ സമയമായെങ്കിൽ പറയണേ. പെൺകുട്ടികളുടെ തൊഴിൽ മേഖലയിൽ പെൺകുട്ടികളുടെ ശതമാനം എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ്. ദേശീയ തലത്തിലുള്ളതിലും കുറവാണ് നമ്മുടെ പെൺകുട്ടികൾ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? വിദ്യാസമ്പന്നരായ ഒരുപാട് പേര് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്താ? കുട്ടികളെ നോക്കണം. കുട്ടികളെ രണ്ടുപേരെയും കൂടെ നോക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബം, വിവാഹം, കുട്ടികൾ, കുടുംബത്തിലെ ബന്ധങ്ങൾ, ഇത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മൾ ബഹുസ്വരത എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശാലമായ 2-3 തലങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേതാണ് ഇൻക്ലൂസിവിറ്റി, ഉൾക്കൊള്ളൽ, എല്ലാത്തിനെയും ഉൾക്കൊള്ളണം. രണ്ടാമത്തെ ഒന്നുണ്ട് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വൈവിധ്യം. ബഹുസ്വരത എന്ന് നമ്മൾ പ്ലൂറലിസം എന്ന് പറയും. അതിൽ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളലും. മൂന്നാമത് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒന്നാണ് ജനായത്തം. ഈ ജനായത്തം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലും പാർലമെൻറ്റിലും ഡൽഹിയിലും ഭരണകൂടങ്ങളിലും മാത്രം ഉണ്ടാവേണ്ടതാണോ? ഇത് വീട്ടിലുണ്ടോ? വീട്ടിൽ ജനാധിപത്യം എന്ന് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ജനായത്തം ഉണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടോ? എൻ്റെ മകന് 11 വയസ്സുള്ളൂ. ഞാൻ ഒരിക്കൽ അവനോട് ചോദിച്ചു, മോന് അമ്മയിൽ നിന്ന് ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് എന്താണ്? അത് ഈയിടെ സംസാരിച്ചപ്പോഴാണ്. എന്താണ് വേണ്ടത്? അവൻ പറഞ്ഞ 2 വാക്കുകൾ, അമ്മ എന്നെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം, എന്നെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ വിചാരം, നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ സീനിയർ, നമ്മുടെ മുകളിലത്തെ ആളെ കാണുമ്പോൾ ഉള്ളതാണ് റെസ്പെക്റ്റ് എന്ന്. ആണോ? ഏറ്റവും കൂടുതൽ ബഹുമാനം വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്താണ്. വേണ്ടേ?
11 വയസ്സുള്ള എൻ്റെ മകൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് മോനെ അത് ചെയ്യ് എന്ന് പറയാറില്ല, മോനെ അത് ചെയ്യാമോ എന്ന് ചോദിക്കാറേ ഉള്ളൂ. അവൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാമോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ നിന്ന് വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ട് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പോയി, എനിക്ക് പ്രായ കൂടുതലാണ്, ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാൻ പറയുന്നതെല്ലാം കേട്ടോണം എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യം, എന്ത് ജനായത്വം? നമ്മളീ പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ? അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലുണ്ടോ? അത് കുട്ടികളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ടോ? കുട്ടികളുടെ ശബ്ദത്തിന്, ബഹുസ്വരത എന്ന് പറയുമ്പോൾ പല ശബ്ദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കുട്ടികളുടെ ശബ്ദത്തിന് പ്രാധാന്യം. ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം പറയട്ടെ. എൻ്റെ മകനെ ഞാൻ 1ാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. 1.5 മാസം പോയിട്ട് അവൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. 6 വയസ്സേ ഉള്ളൂ. അന്ന് പലരും പറഞ്ഞു അമ്മ സ്ട്രിക്റ്റ് ആവാഞ്ഞിട്ട്. പക്ഷെ കുറേ പേര് പറഞ്ഞു ഇല്ല, മോൻ പറയുന്നത് ചിന്തിക്കണം. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അമ്മ സ്ട്രിക്റ്റ് ആവാഞ്ഞിട്ട്, അവൻ്റെ മടി കാരണമാണ്. അതൊരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. പക്ഷേ ഇവൻ കുറച്ച് ദിവസം 2 മാസം സ്കൂളിൽ പോയില്ല. അത് കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് LP സ്കൂളിൽ ഞങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടു. അവിടെ ചെന്നപ്പോൾ ആ അന്തരീക്ഷം, ചെടികളും പൂക്കളും വലിയ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ ആൾ വളരെ ഹാപ്പിയായി. എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ പഠിച്ചോളാം, ഞാൻ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നുള്ളൂ. ഇന്ന് 6ാം ക്ലാസ്സിൽ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കണേ. LP കഴിഞ്ഞ് 5ാം ക്ലാസ് ആയപ്പോഴും ഞങ്ങൾ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം പോയി നോക്കി. അവന് ഇഷ്ടമുള്ള ഒരു സ്കൂൾ അവൻ തന്നെ തിരഞ്ഞെടുത്തു. എനിക്ക് ആ 6ാം വയസ്സുകാരൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനത്തെ ബഹുമാനിച്ചതിൽ എനിക്കിന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആ പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. വീട്ടിൽ അവരുടെ ശബ്ദം കേൾക്കണം. ജീവിത പങ്കാളിയായ സ്ത്രീയുടെ ശബ്ദം പുരുഷന്മാർ കേൾക്കണം. ഞാൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ഉള്ള ആൾ മാത്രമല്ല, ജീവിത പങ്കാളിയായ പുരുഷൻ്റെ സ്വരം സ്ത്രീകളും കേൾക്കണം. തുല്യ ശബ്ദങ്ങളായിരിക്കണം. ഒരു ശബ്ദം മറ്റൊരു ശബ്ദത്തെ ആക്രോശിച്ച് അടിച്ചമർത്തുന്ന മറ്റൊരു ശബ്ദമാകരുത്. ബഹുസ്വരത വീട്ടിലുണ്ട്. എല്ലാ പ്രായത്തിൽപ്പെട്ടവരുടെയും ശബ്ദം കേൾക്കുമ്പോൾ അതിൽ ബഹുസ്വരതയുണ്ട്. എല്ലാ ലിംഗപദവിയിൽപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുമ്പോഴും അതിൽ ബഹുസ്വരതയുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ രാഷ്ട്രീയം ഉണ്ടാവേണ്ടത്. ബഹുസ്വരതയുടെ രാഷ്ട്രീയം പറയുമ്പോൾ ലിംഗപദവിയിൽ നിന്ന് കുറച്ച് മാറിയാണെങ്കിലും പറയേണ്ട ഒന്നാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താതിരിക്കൽ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ പല തലങ്ങളിൽ, രാഷ്ട്രീയ രംഗത്തും ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ തൊഴിലിടങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, സൗഹൃദങ്ങളിലുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റാതാവുന്നു. ശരിയല്ലേ? വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ പറ്റാതാവുന്നു. വ്യത്യസ്തമായ മതവിശ്വാസം പേരുന്നവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതാവുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് അറിയാതെ പോലും ഇത് നമ്മുടെ ആളുകൾ, ഇത് മറ്റേ ആളുകൾ പറയാൻ പാടില്ല. എല്ലാ ആളുകളും ഒന്നാണ്. അത് വീട്ടിൽ ശീലിക്കണം. ആ രാഷ്ട്രീയം വീട്ടിൽ ശീലിച്ചാൽ മാത്രമേ, ഇവിടെ അധ്യാപകരുണ്ടെങ്കിൽ അത് സ്കൂളിലുണ്ടാവണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ വിവേചിച്ചിരുത്തുന്നു. ഇപ്പോഴും പല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്ലാസ് റൂമിൽ പോകുമ്പം ഇടകലർന്നഴിക്കാൻ മടിയാണ്. പണിഷ്മെൻ്റായിട്ട് നമ്മൾ ഇപ്പോഴും ആൺകുട്ടികളെ കൊണ്ടുപോയി പെൺകുട്ടികളുടെ അടുത്തിരുത്തുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിച്ചാൽ എന്തിനാണ് നമ്മുടെ പൊതുസമൂഹം അവർ തമ്മിൽ അഫെയർ ആണെന്നുള്ള രീതിയിൽ മാത്രം കാണുന്നത്? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാവണം. ആൺകുട്ടികൾക്ക് എന്താണ് മെൻസ്ട്രുവേഷൻ, പീരീഡ്സ് എന്താണെന്ന് ഇവിടെയുള്ള അമ്മമാർ പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ കാലത്ത് അമ്മമാർ പറയാറുന്നോ? അമ്മേ, മോനെ, അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് വയറ്റുവേദനയാ, അമ്മയ്ക്ക് അസുഖമാണ് എന്നല്ലേ പറയാ? ആർത്തവം എന്താണെന്ന് ആൺകുട്ടികൾ മനസ്സിലാക്കണം.
എങ്കിൽ മാത്രമേ ആ ശാരീരിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവസ്ഥാന്തരങ്ങളും ആൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ആൺകുട്ടി ആ പെൺകുട്ടിയെ ഒരിക്കലും അബ്യൂസ് ചെയ്യില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായ പ്രായത്തിൽ അവർക്ക് വേണ്ടുന്ന ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം, സ്കൂളിൽ കൊടുക്കണം, അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കണം. അത്യാവശ്യമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മളറിയാതെ അവർക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ, അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ കൂടെ അവർക്ക് കിട്ടുന്ന അപക്വമായ അശാസ്ത്രീയമായ വിവരങ്ങൾ അവരെ എന്തൊക്കെ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കാം എന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കണം. കുട്ടികൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ അവരെ കേൾക്കണം. അവർക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണമെങ്കിൽ ലഭ്യമാക്കണം. ഇതെല്ലാം ലിംഗനീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ്. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലെ സ്റ്റേറ്റസ് പ്രദർശിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ട് കാണരുത്. അവർക്ക് അവരുടെ വ്യക്തിത്വമുണ്ട്, അവരുടെ സ്വപ്നങ്ങളുണ്ട്, അവരുടെ ജീവിതമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മൾ ജീവിച്ച് തീർക്കണം. നമ്മൾ ബാക്കി വെച്ച സ്വപ്നങ്ങൾ പേറി അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പിന്തുടരട്ടെ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ ഇച്ഛാഭംഗങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരം ആവരുത്. അവരുടെ ജീവിതം ജീവിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ. പിന്നെ നമ്മൾ ഇന്ന് അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ജോലി കിട്ടിയ ഉടനെ കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുന്നത് നിർത്തണം. വേണ്ടേ? അതെന്തൊരു പ്രഷറാ വീട്ടുകാർക്ക് കൊടുക്കുന്ന, ആ കൊച്ചിന് കൊടുക്കുന്ന പ്രഷർ. പിന്നെ മറ്റൊന്ന്, ഒരു പെൺകുട്ടിക്ക് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആരും, എനിക്ക് തോന്നുന്നില്ല, മനഃപൂർവ്വം അവരവരുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമെന്ന്. തോന്നുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് എന്തിനാ തിരിച്ചതിനെ അതിലേക്ക് തള്ളിവിടുന്നത്? നമ്മുടെ പല മാതാപിതാക്കളും ചെയ്യുന്നില്ലേ ഇത്? ചെയ്യുന്നില്ലേ? അവസാനം ഈ പെൺകുട്ടികൾ ജീവൻ ഒടുക്കി കഴിഞ്ഞിട്ട് കരയും. നമ്മൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒന്നാണ്, ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഒന്നിനോടും പൊരുതാതെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിസ്സഹായരായി നിന്ന് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കി ജീവൻ അവസാനിപ്പിക്കുന്ന മനുഷ്യരോട് വല്ലാത്ത സിമ്പതിയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളോട്. ജീവിതത്തോട് പൊരുതി നിന്നാൽ പറയും അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, തൻ്റെ ഇടമാണ്. ശരിയാണോ? പൊരുതി നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ നമ്മൾ നിൽക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരൊഴുക്കല്ല വേണ്ടത്. അതിനുള്ള ധൈര്യം നമുക്ക് വേണം. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. മറ്റൊന്ന് നമ്മൾ ചെയ്യുന്നത്, പെൺകുട്ടികളുടെ സുരക്ഷ എന്ന പേരിൽ നമ്മൾ പെൺകുട്ടികളെ സന്ധ്യ കഴിഞ്ഞ് പുറത്തിറക്കാതെ വീട്ടിലിരുത്തും. പക്ഷെ നമ്മുടെ ആൺപിള്ളേരോട് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന പെൺകുട്ടിയോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ആൺപിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പെൺകുട്ടി വീട്ടിലിരുന്നോ, നമ്മുടെ ഈസി സൊല്യൂഷനാണ്. ശരിയാണോ? പറഞ്ഞു പഠിപ്പിക്കണം. സ്ത്രീ എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപവും ശരീരവും മാത്രമല്ല. ഷീ ഹാസ് ബയോളജിക്കൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഫോർ പ്രൊക്രിയേഷൻ. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ശരീരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസം. അതിനപ്പുറത്ത് സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മനസ്സാണ്, വ്യക്തിത്വമാണ്, ചിന്തയാണ്, കാഴ്ചപ്പാടാണ്, കഴിവുകളാണ്, അഭിപ്രായമാണ്. ഒരു മനസ്സുണ്ട്. സ്ത്രീകളുടെ രൂപത്തിനപ്പുറത്ത് അവർക്ക് മനസ്സുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്, സ്വന്തമായി ചിന്തയുണ്ട്, ആത്മാഭിമാനമുണ്ട്. എല്ലാറ്റിനും വലുതായി ഒരു സ്ത്രീയും ഒരു മനുഷ്യനും, സ്ത്രീ മാത്രമല്ല ഒരു മനുഷ്യനും, ജാതീയമായ വിവേചനത്തിൻ്റെ പേരിൽ ഇവിടുത്തെ ദളിത് സമൂഹത്തിൽപ്പെടുന്ന ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. സ്ത്രീകൾക്ക് അവരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും എന്നതുപോലെ ആത്മാഭിമാനം പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, സ്ത്രീകൾക്കുള്ളതാണ്, ട്രാൻസ്ജെൻഡേഴ്സിനുള്ളതാണ്, ഏത് സെക്ഷൽ ഓറിയൻറ്റേഷനും ഉള്ളവർക്കുള്ളതാണ്.
ഒരു മതത്തിൽപ്പെടുന്നവർക്ക് മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെടുന്നവർക്കുമുള്ളതാണ്, എല്ലാ ജാതിയിൽപ്പെടുന്നവർക്കുമുള്ളതാണ്, ഏത് സാമ്പത്തിക അവസ്ഥയിൽപ്പെടുന്നവർക്കുമുള്ളതാണ്, ഏത് പ്രായത്തിലുള്ളവർക്കുമുള്ളതാണ് ആത്മാഭിമാനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ബഹുസ്വരതയുടെ രാഷ്ട്രീയമുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ സജ്ജരാക്കണം. സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും ഒന്നിൻ്റെ മുമ്പിലും പണയപ്പെടുത്താതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് വരുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുജീവിതത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പല മേഖലകളിൽ നോക്കുമ്പോൾ, നമ്മുടെ ജുഡീഷ്യറി നോക്കിയാൽ, നമ്മുടെ ഭരണരംഗത്ത് നോക്കിയാൽ, നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നോക്കിയാൽ കഴിവില്ലാത്തത് കൊണ്ടാണോ സ്ത്രീകൾ വരാത്തത്? തലപ്പത്തേക്ക് സ്ത്രീകൾ വരാത്തത് എന്താ? എല്ലായിടത്തും നമുക്ക് വേണ്ടത് അനുസരിക്കുന്ന സ്ത്രീകളെയാണ്. ശരിയാണോ? പറയുന്നതിന് യെസ് പറയുന്ന, അനുസരിക്കുന്ന സ്ത്രീകളെയാണ് ആവശ്യം. പക്ഷേ എല്ലാം അനുസരിക്കാത്ത, എതിർപ്പുള്ളപ്പോൾ എതിർപ്പുണ്ടെന്ന് കൃത്യമായി പറയുന്ന, നോ പറയാൻ അറിയാവുന്ന, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുണ്ടെന്ന് പറയാവുന്ന, എൻ്റെ ആത്മാഭിമാനം എനിക്ക് എല്ലാറ്റിനും വലുതാണെന്ന് പറയാൻ കഴിയുന്ന, എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നിനെയും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കാൻ, അത് തൊഴിലിടമാകട്ടെ എവിടെയാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല എന്ന് ധൈര്യത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ തീയുമായി പറയാൻ കഴിയുന്ന സ്ത്രീകളെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവണം. ആ സ്ത്രീകളെ വളർത്തിവിടേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ആ സ്ത്രീകൾ വളർന്നു വന്നാൽ മാത്രം പോരാ, അവരെ തുല്യ മനുഷ്യരായി കാണുന്ന, ഈഗോ ഹേർട്ട് ചെയ്യാതെ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടാവണം. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പര ബഹുമാനത്തിൻ്റെതായ ഒരു സമൂഹത്തിൽ ജീവിക്കണം. അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ആൺകുട്ടികളെ പഠിപ്പിക്കണം. 18 വയസ്സ് കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. പെൺകുട്ടിയെ പഠിപ്പിക്കണം. സമ്മതമില്ലാതെ ആൺകുട്ടിയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. കൺസെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. അഭിപ്രായമുള്ള സ്ത്രീകളെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം മാറില്ല. അനുസരിക്കാൻ തയ്യാറല്ലാത്ത സ്ത്രീകളെ അംഗീകരിക്കുമ്പോഴേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അവരാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സമയമായെന്ന് തോന്നുന്നു. അതുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് എല്ലാം പറഞ്ഞോന്നറിയില്ല. ഒരു കാര്യം കൂടെ പറയാം. ബഹുസ്വരത എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഇപ്പം നമ്മൾ ജീവിതത്തിൽ വിജയത്തിനൊരു നിർവചനം വെച്ചിട്ടുണ്ട്. കാറ് വാങ്ങിച്ചു, കല്യാണം കഴിച്ചു, 2 കുട്ടികളായി, കുട്ടികളുടെ കല്യാണം നടത്തി, ജീവിതം വിജയിച്ചു. ലോൺ അടച്ചു. ബാങ്കിൽ ലോൺ അടച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയാനേ പറ്റില്ല. ശരിയല്ലേ? ലോൺ എടുത്തില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട്, ഇല്ലേ? ശരിയാണോ? വീട് വെക്കാനും കല്യാണം നടത്താനും വേണ്ടി മാത്രം ചിലപ്പോൾ നമ്മൾ ജീവിതം മാറ്റിവെക്കുക. അവിടെ നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ, അവർ വേറൊരു വഴി കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അവരവർക്ക് അവരവരുടേതായ ജീവിത വിജയത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, അവരവരുടേതായ വഴികളുണ്ട്. ഞാനിതുവരെ ജീവിതത്തിൽ വീട് വെച്ചിട്ടില്ല. ഒരു ഔദ്യോഗികമായിട്ടൊരു കൃത്യമായ 9 to 5 ജോലി ചെയ്യുന്നില്ല. പല വിജയ മാതൃകകൾക്കും പുറത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ നടക്കുന്ന വഴികളിൽ ഞാനുണ്ട്. അതെൻ്റെ വഴികളാണ്, വേറെ ആരും വരച്ചിട്ട വഴിയല്ല. എൻ്റെ വഴി ഞാൻ വെട്ടിത്തെളിച്ചെടുത്ത വഴിയാണ്. അതിലൊരു അഭിമാനമുണ്ട്, ധൈര്യമുണ്ട്. നമ്മുടെ മക്കളെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവർ നടക്കുന്ന വഴികളിലൂടെ വിടാൻ നമുക്ക് പറ്റണം. പക്ഷെ അതേസമയം അവരുടെ ഉള്ളിൽ സാമൂഹിക രാഷ്ട്രീയ ബോധം, അവബോധം ഉണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബോധ്യം അവരുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവുകയും വേണം. കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ സ്വന്തം ചിന്ത അല്പം പോലും പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കാതെ അത് ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കരുത്. നമ്മളെ അന്ധമായി അനുസരിക്കുന്ന മക്കളെ വളർത്തരുത്. നമ്മളെ ചോദ്യം ചെയ്യുന്ന മക്കൾ വേണം, നമ്മളെ ചോദ്യം ചെയ്യുന്ന കുട്ടികൾ വേണം, നമ്മളെ ചോദ്യം ചെയ്യുന്ന പുതിയ തലമുറ വേണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. സമയമായി. ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത് ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിച്ചാൽ,
ബഹുസ്വരത എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കലാണ്. അതിൻ്റെ അടിസ്ഥാനം ജനായത്ത ബോധമാണ്. അതിൻ്റെ അടിസ്ഥാനം തുല്യതയാണ്. അതിൻ്റെ അടിസ്ഥാനം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളലാണ്. അതിൻ്റെ അടിസ്ഥാനം എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ്. എല്ലാവരെയും മുകളിലും താഴെയുമായി ചേർത്ത് പിടിക്കലല്ല, എല്ലാവരെയും ഒരുപോലെ കണ്ട് ചേർത്ത് പിടിക്കലാണ് ബഹുസ്വരതയുടെ ആണിക്കല്ല്. ആ ബഹുസ്വരത നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണ്. കാരണം ഏകശിലാത്മകമായി പോകുന്ന ഒന്നിനും വൈവിധ്യത്തെ ഉൾക്കൊള്ളാനാവില്ല. ഏകശിലാത്മകമായി പോകുന്ന ഒന്നിനും മനുഷ്യൻ്റെ വ്യത്യസ്ത വഴികളിലൂടെയുള്ള സർഗാത്മകമായ സഞ്ചാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആശയധാരകളെയും സംഭാഷണങ്ങളെയും ഉൾക്കൊള്ളാനാവില്ല. ഏകശിലാത്മകമായി പോകുന്ന ഒരു നിർവചനത്തിനും മനുഷ്യൻ്റെ വ്യതിരിക്തതകളെ കൂട്ടിച്ചേർത്ത് ഉള്ളിലേക്ക് എടുക്കാനാവില്ല. എല്ലാറ്റിനും എല്ലാറ്റിൻ്റെതായ ഇടമുണ്ട്, എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ അനുനിമിഷം നിലനിൽക്കുന്ന ഒന്നാവണം നമ്മുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ ബഹുസ്വരത ഉണ്ടാവണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ബഹുസ്വരത ഉണ്ടാവണം. എല്ലാവരുടെയും ശബ്ദം കേൾക്കണം. വീട്ടിലെ എല്ലാ മനുഷ്യരുടെയും ശബ്ദം കേൾക്കണം. ആ ബഹുസ്വരത ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീടുകളിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ടാണ്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വളർത്തുന്നതിൽ, അവർ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ, അവരുടെ വിവാഹം വരുമ്പോൾ, അവരുടെ മുൻപോട്ടുള്ള ജീവിതം വരുമ്പോൾ, കുട്ടികളെ വളർത്തുന്ന സാഹചര്യം വരുമ്പോൾ എത്രമാത്രം നമ്മൾ അവരോട് വിവേചനം കാണിക്കുന്നു. ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ അവരെ തുല്യരല്ലാത്ത മനുഷ്യരായി കാണുന്നു. എത്രമാത്രം അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി നമ്മൾ ചെയ്യുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പുരുഷന്മാരെയും സ്ത്രീകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും എല്ലാ ജാതിയിൽപ്പെട്ടവരെയും എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും തുല്യരായി കാണാൻ പറ്റണം. വിട്ടുപോയതല്ല, പക്ഷേ മതേതരത്വം ബഹുസ്വരതയുടെ ആണിക്കല്ലാണ്. മതവിശ്വാസം അന്ധവിശ്വാസമാകുമ്പോൾ പ്രശ്നമാണ്. ഒരുപാട് മനുഷ്യരെ മുൻപോട്ട് നയിക്കുന്ന ഒന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ മതവിശ്വാസം അന്ധവിശ്വാസമാകുമ്പോൾ ചോദ്യം ചെയ്യണം. മതവിശ്വാസം മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളെ, മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുമ്പോൾ എവിടെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. മതവിശ്വാസം മൗലികവാദമാകുമ്പോൾ ചോദ്യം ചെയ്യേണ്ടതാണെന്ന് തിരിച്ചറിയണം. മതവിശ്വാസം വർഗീയതയായി മാറുമ്പോൾ ചോദ്യം ചെയ്യേണ്ടതാണെന്ന് തിരിച്ചറിയണം. ഒരിക്കലും മനുഷ്യനെ വിഭജിപ്പിക്കുന്നതാവരുത് മതം. വർഗീയതയ്ക്ക് പകരമായി വർഗീയത വളരുമ്പം അതിനെ ശക്തമായി ചോദ്യം ചെയ്തേ പറ്റൂ. അതിനെ യുക്തി ചിന്തയിലൂടെ, യുക്തി ഭദ്രതയിലൂടെ, ശാസ്ത്രീയ അവബോധത്തിലൂടെ ചോദ്യം ചെയ്യാൻ പറ്റണം. മറ്റ് മതത്തിൽപ്പെട്ട മനുഷ്യരെ തുല്യ മനുഷ്യരായി കാണാൻ സാധിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ലിംഗനീതിയും സാധ്യമാവുന്നത്. നമ്മൾ സ്ത്രീകൾക്കും പുരുഷർക്കും ട്രാൻസ്ജെൻഡർക്കും തുല്യത വേണം. പക്ഷെ നമ്മുടെ മനസ്സിൽ പറയുന്നു ഇന്ന ജാതിയിലെ മനുഷ്യർ വലുതാണ്, ഇന്ന ജാതിയിലെ മനുഷ്യർ താഴെയാണ്. ഒരർത്ഥവുമില്ല നമ്മൾ പറയുന്ന ലിംഗനീതിക്ക്. ഏത് മനുഷ്യനോട് വിവേചനം കാണിച്ചാലും, എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിൽ വിവേചനം കാണിച്ചാലും നമുക്ക് ലിംഗനീതിയെപ്പറ്റി പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല. ഒരുപക്ഷെ പഴയ തലമുറയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൽ, നമ്മുടെ ചിന്തയിൽ, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താതെ നമ്മളിങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇരുന്നിട്ട് കാര്യമില്ല. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാ മനുഷ്യരും, എല്ലാ ന്യൂനപക്ഷങ്ങളും തുല്യരാണെന്ന് മനസ്സിലാക്കണം. വെറുപ്പിൻ്റെതല്ല, സ്നേഹത്തിൻ്റെയും മാനവികതയുടെയുമാണ് ജീവിതവും രാഷ്ട്രീയവും എന്ന് മനസ്സിലാക്കണം. എതിർക്കേണ്ടതിനെ ശക്തമായി തന്നെ എതിർക്കണം. എതിർക്കുന്നത്, സ്വന്തം അഭിപ്രായം പറയുന്നത് മനുഷ്യരെ വെറുക്കലല്ല. ഒരു കാര്യം കൂടി, സ്ത്രീകളെ അംഗീകരിക്കുമ്പോൾ സ്ത്രീകളുടെ ഇടയിൽ ബഹുസ്വരതയുണ്ട്. സ്ത്രീകളുടെ ജാതിയുടെ പേരിൽ ഒരു ദളിത് പെൺകുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങൾ മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ വിഷമങ്ങൾക്ക് തുല്യമല്ല, വ്യത്യസ്തമാണ്. ഒരു മതത്തിൽപ്പെട്ട, ഒരു ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ ബുദ്ധിമുട്ടുകളല്ല മറ്റൊരു മതത്തിലെ. ജോലിയുള്ള ഒരു സ്ത്രീയുടെ പ്രശ്നമല്ല മറ്റൊരു സ്ത്രീയുടെ പ്രശ്നം. അതുപോലെ വിവാഹത്തിന് നമ്മൾ വലിയൊരു പ്രീമിയം കൊടുക്കുന്നുണ്ട്. വിവാഹിതരായ സ്ത്രീകളെ നമ്മൾ മുകളിൽ കാണുന്നു, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരെ നമ്മൾ പുറന്തള്ളുന്നു.
കുട്ടികളുള്ള സ്ത്രീകളെ, ഇന്നും നമ്മുടെ തെറ്റിദ്ധാരണയാണ് മാതൃത്വം വേണം സ്ത്രീക്ക് പൂർണ്ണത കിട്ടാൻ. അമ്മയാകണോ അമ്മയാകണ്ടോ എന്നുള്ളത് പെൺകുട്ടികളുടെ ചോയ്സാണ്. അവർ തീരുമാനിക്കട്ടെ. അമ്മയാവാത്ത സ്ത്രീയെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? പല വിവേചനങ്ങൾ സ്ത്രീകൾക്കിടയിൽ സ്ത്രീകൾ തന്നെ സ്വാംശീകരിച്ചിട്ടുണ്ട്. നമ്മൾ പാട്രിയാർക്കിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ചോദ്യം ചെയ്യുന്നത് പുരുഷന്മാരെ അല്ല, പാട്രിയാർക്കി എന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ഉള്ളിലുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട്. ആ വ്യവസ്ഥ ഉള്ളിലില്ലാത്ത പുരുഷന്മാരുമുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഒരു വ്യവസ്ഥയാണ്. മനുഷ്യനെ ലിംഗപദവിയുടെ മേൽ വിവേചിച്ച് മനുഷ്യരുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്ന, മനുഷ്യരെ തുല്യരായി കാണാത്തൊരു വ്യവസ്ഥയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിൽ സ്ത്രീകൾ സ്വന്തം ആത്മാഭിമാനവും സ്വന്തം മനുഷ്യാവകാശവും തുല്യ വ്യക്തികൾ എന്ന നിലയിൽ സ്വന്തം ഇടവും തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ പോരാടണം, മുൻപോട്ട് വരണം. എനിക്കറിയത്തില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അവരവരുടെ ആത്മാഭിമാനം പണയം വെക്കാതെ ഏത് അധികാരത്തിൻ്റെ മുമ്പിലും, അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിലും, ഒരധികാരത്തിന് മുമ്പിൽ, അത് ജാതിയുടെ അധികാരമാവട്ടെ, പുരുഷാധികാരമാവട്ടെ, സമ്പത്ത് കൊണ്ടുള്ള അധികാരമാവട്ടെ, മതത്തിൻ്റെ പേരിലുള്ള അധികാരമാവട്ടെ, ഏത് അധികാരത്തിന് മുമ്പിലും സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതെ തല ഉയർത്തിപ്പിടിച്ച് ഉള്ളിലെന്നും ഫൈറ്റ് ചെയ്യാനുള്ള, എത്ര താഴെ വീണാലും ഞാൻ പൊങ്ങി പൊങ്ങി പറന്നെഴുന്നേക്കും. മായ ഏഞ്ചലോട് ഒരു കവിതയുണ്ട്, അതിൽ പറയുന്നത്, യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, യു മേ കിൽ മീ വിത്ത് യുവർ ഹേറ്റ്ഫുൾനെസ്, ബട്ട് സ്റ്റിൽ ഐ റൈസ് ലൈക്ക് എയർ. നിങ്ങളെന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് വെടിവെച്ചേക്കാം, നിങ്ങളെന്നെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കട്ട് ചെയ്തേക്കാം, മുറിച്ചെടുത്തേക്കാം, നിങ്ങളെന്നെ നിങ്ങളുടെ വെറുപ്പ് കൊണ്ട് കൊന്നുകളഞ്ഞേക്കാം, പക്ഷേ ഞാൻ വായുവിനെ പോലെ പൊങ്ങി 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 പറന്നെഴുന്നേക്കും. എന്ത് മനോഹരമാണ്! ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എന്തെങ്കിലും പ്രതിസന്ധി അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഈ വാക്കുകൾ ഒരു പ്രചോദനമാവട്ടെ. അങ്ങനെ എത്ര വീണാലും തല ഉയർത്തിപ്പിടിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് അവരവരുടെ അവളവളുടെ വഴിയിലൂടെ ആത്മാഭിമാനത്തോടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷവും അഭിമാനവും ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ പുരുഷനാണ് എന്ന ഭാരം പേറി മനുഷ്യരല്ലാതാക്കി ജീവിക്കാൻ നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കാൻ സാധിക്കട്ടെ. ട്രാൻസ്ജെൻഡേഴ്സിന് തുല്യ മനുഷ്യരായി ജീവിക്കാൻ സാധിക്കട്ടെ. ആ തുല്യ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയുടെ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇത്ര നേരം സംസാരിച്ചിൽ നിന്ന്, ഈ അനുഭവങ്ങളിൽ നിന്നും ഇന്നിവിടെ എത്തിച്ചേർന്ന ഇത്രയും പേരിൽ കുറച്ചു പേരുടെ ജീവിതത്തിലെങ്കിലും നമുക്ക് ആ മാറ്റങ്ങൾ വരാൻ കൊണ്ടുവന്നാൽ നമ്മൾ ഇന്ന് സംസാരിച്ചതിന് അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വലിയ ആഗ്രഹമുള്ളിലുണ്ട്. ആ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോള്, അവൾ വളർന്ന് വലുതാവുമ്പോൾ ജീവിക്കുന്ന ലോകം ഇന്നത്തെ ജീവിതത്തെക്കാൾ ഒരുപാട് സുന്ദരവും സമത്വമുള്ളതും സ്നേഹം നിറഞ്ഞതുമാവട്ടെ. ഇന്ന് ഇവിടെ ഒരുപാട് സമയം കൂടുതലെടുത്തെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും അപക്വമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അഭിപ്രായങ്ങളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ സദസ്സിൻ്റെ ഭാഗമായി, ഈ സംഭാഷണത്തിൻ്റെ ഭാഗമായതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. എന്നെ ഒരുപാട് ഇത്തരം പാഠങ്ങൾ പഠിപ്പിക്കുന്ന എൻ്റെ മകൻ ഗോവർദ്ധന്, അവന് നന്ദി പറയാതെ പറഞ്ഞാൽ, കാരണം എൻ്റെ ചിന്തകളെ, അസ്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് അവൻ്റെ അമ്മയാണെന്നുള്ള ആ അസ്തിത്വ ബോധം വലിയൊരു പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. എൻ്റെ മകന് നന്ദി. അതുപോലെ ഈ സംഭാഷണത്തിന് വേണ്ടി വിളിച്ച സംഘാടകർക്ക് നന്ദി. ഒരുപാട് അർത്ഥപൂർണമായ സംഭാഷണങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്ത ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. എല്ലാവർക്കും ജനായത്വവും മതേതരത്വവും ബഹുസ്വരതയും ഉൾക്കൊള്ളലും സ്നേഹവും സന്തോഷവും ചേർത്ത് പിടിക്കലും എല്ലാം ചേർന്ന അർത്ഥപൂർണമായ രാഷ്ട്രീയ ബോധമുള്ള ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.